പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് 15-ാമത്തെ ശ്ലോകത്തിലാണ് ചിന്തിക്കേണ്ടത്. 14-ാമത്തെ ശ്ലോകം ഭഗീരഥശ്ചേകലവ്യോ മനുർധന്വന്തരിസ്ഥത ശിബിശ്ചരന്തിദേവശ്ച പുരാണോദ്ഗീത കീർത്തയഃ. ഭഗീരഥൻ, ഏകലവ്യൻ, മനു, ധന്വന്തരി, ശിബി, രന്തിദേവൻ മുതലായവരുടെയും കീർത്തിയെ പുരാണ ഗ്രന്ഥങ്ങൾ പാടി പുകഴ്ത്തുന്നു. അത് നാം വിസ്തരിച്ചു കഴിഞ്ഞു. 15-ാമത്തേത് ബുദ്ധാജിനേന്ദ്രാഗോരക്ഷ പാണീനിശ്ച പതഞ്ജലി ശങ്കരോ മധ്വനിം ഭാർഗൗ ശ്രീരാമാനുജവല്ലഭൗ. ബുദ്ധ ജിനേന്ദ്രാഗോരക്ഷ. നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ശ്രീ ബുദ്ധനെ കുറിച്ചാണ്. ശ്രീ ബുദ്ധൻ കപിലവസ്തുവിലെ സിദ്ധാർത്ഥ രാജകുമാരൻ. ഇന്നേക്ക് 2577 വർഷം മുമ്പ്, അതായത് ക്രിസ്തുവിൻ്റെ ജനനത്തിന് 500 വർഷം മുമ്പ്. ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ബുദ്ധൻ്റെ ജീവിത കാലഘട്ടത്തെക്കുറിച്ച്. അത് BC 1000, അതായത് ഇന്നേക്ക് 3000 വർഷം മുമ്പ്. എങ്ങനെയാണെങ്കിലും കൃഷ്ണനു ശേഷം ക്രിസ്തുവിനു മുമ്പ്, ഇതിനിടയിലാണ് ബുദ്ധൻ്റെ ജനനം. ശ്രീകൃഷ്ണ ഭഗവാൻ ദേഹവിയോഗം ചെയ്തിട്ട് 5122 വർഷം, കൃഷ്ണവർഷം യുഗാബ്ദം. അതിന് ശേഷം 2000 വർഷങ്ങൾക്ക് ശേഷമാണ് ബുദ്ധൻ്റെ ജന്മം. 2577 വർഷം മുമ്പ് ഇന്നത്തെ നേപ്പാളിലെ ലുംബിനിയിൽ ശുദ്ധോദയ രാജാവിൻ്റെയും മായാവതിയുടെയും പുത്രനായി സിദ്ധാർത്ഥൻ ജനിച്ചു. കുട്ടിയെ കാണാൻ അങ്ങ് ദൂരെ തക്ഷശിലയിൽ നിന്നും ഒരു മഹാപണ്ഡിതനെത്തി. ബുദ്ധനാണ് ഈ കുഞ്ഞ് എന്ന് തനിക്ക് ഉൾവിളി ലഭിച്ചതിനാലാണ് ഞാൻ കുഞ്ഞിനെ കാണാൻ വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കുഞ്ഞ് മഹാചക്രവർത്തിയോ മഹാനായ ആധ്യാത്മിക ആചാര്യനോ ആകുമെന്നും മറ്റു വിദ്വാൻമാരും ജന്മലക്ഷണങ്ങൾ വെച്ച് പറഞ്ഞു. തൻ്റെ മകൻ ഒരു മഹാചക്രവർത്തിയായി തീരണമെന്നാണ് സ്വാഭാവികമായും നാട്ടുരാജാവായ ശുദ്ധോധനൻ ആഗ്രഹിച്ചത്. തൻ്റെ മകൻ സുഖ ഐശ്വര്യങ്ങൾ മാത്രമേ കാണാൻ പാടുള്ളൂ, അത് മാത്രമേ അനുഭവിക്കാൻ പാടുള്ളൂ എന്ന് രാജാവ് ശട്ടം കെട്ടി. അങ്ങനെ സിദ്ധാർത്ഥൻ ബാല്യകാലത്ത് യാതൊരു ദുഃഖവും അറിയാതെ ജീവിച്ചു. അങ്ങനെ ഒരു ദിവസം ബന്ധുവായ ദേവവ്രതൻ എഴുതിട്ട ഒരരയന്നം സിദ്ധാർത്ഥന്റെ മുന്നിൽ വന്നു വീണു. സിദ്ധാർത്ഥൻ അതിൻ്റെ അമ്പൂരിയെടുത്ത് മരുന്ന് വെച്ച് കെട്ടിയപ്പോഴേക്കും ദേവവ്രതൻ അരയന്നത്തെ തേടിയെത്തി. താൻ അമ്പെയ്തു വീഴ്ത്തിയ അരയന്നത്തെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ട ദേവവ്രതനോട് സിദ്ധാർത്ഥൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ജീവൻ എടുക്കുന്നവർക്കല്ല, രക്ഷിക്കുന്നവർക്കാണ് അതിൽ അവകാശം. തർക്കം രാജാവിൻ്റെ മുന്നിലെത്തിയപ്പോൾ സിദ്ധാർത്ഥൻ പറഞ്ഞു, തനിക്കു നൽകാനാകാത്തത് എടുക്കാൻ, അതായത് ജീവൻ എടുക്കുവാൻ ദേവവ്രതന് അവകാശമില്ല. രാജാവ് സിദ്ധാർത്ഥന്റെ പ്രവൃത്തി കണ്ട് ഒരേ സമയം സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്തു. കാരണം മകന്റെ ഈ ദയ ഒരു രാജാവിന് ചേർന്നതല്ല. എൻ്റെ മകൻ സന്യാസിയായി പോകുമോ എന്ന ഭയം അദ്ദേഹത്തിനുണ്ടായി. ഒരിക്കൽ നഗരത്തിൽ ചുറ്റിക്കറങ്ങുകയായിരുന്നു സിദ്ധാർത്ഥൻ. അന്ന് സിദ്ധാർത്ഥൻ യുവാവായിരുന്നു. ഒരു വൃദ്ധനെയും മറ്റൊരിക്കൽ ഒരു രോഗിയെയും വേറൊരിക്കൽ ഒരു ശവശരീരവും കാണാനിടയായി. ജീവിതത്തിൻ്റെ ശാശ്വത സത്യം ദുഃഖമാണെന്ന ആശങ്ക അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായി. വൃദ്ധനെ കണ്ടപ്പോൾ ആളുകൾ പ്രായമാകും, അവശരാകും. രോഗിയെ കണ്ടപ്പോൾ ആരോഗ്യമുള്ള ശരീരത്തിന് രോഗം വരും, അവശരാകും. ശവശരീരം കണ്ടപ്പോൾ ജീവൻ പോയി, ആള് മരണപ്പെടും എന്നും അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ എപ്പോഴും ദുഃഖം ജീവിതത്തിൽ ഉണ്ടാകും എന്ന ചിന്ത അദ്ദേഹത്തെ അലട്ടി. മകൻ ചിന്താശീലനായി തീരുന്നത് രാജാവിന് അസ്വസ്ഥത ഉണ്ടാക്കി. രാജാവ് മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. യശോധരയായിരുന്നു സഹധർമ്മിണി. യശോധരയും പൂർവജന്മത്തിൽ ബുദ്ധന്റെ ഉപാസകയായിരുന്നു. അവർക്ക് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അതികോമളനായൊരു പുത്രൻ ജനിച്ചു. അവൻ്റെ പേര് രാഹുലൻ എന്നായിരുന്നു. വിവാഹം കഴിച്ചു, മകനുണ്ടായി. എന്നിട്ടും സിദ്ധാർത്ഥന്റെ മനസ്സിലെ അസ്വസ്ഥതകൾ തീരുന്നില്ല.
എന്തൊക്കെയോ അലട്ടൽ ഉള്ളിൽ നിന്നുണ്ടാകുന്നു. ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. കൊട്ടാരത്തിൽ നിന്ന് അത് കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ ഒരു ദിവസം സിദ്ധാർത്ഥൻ കൊട്ടാരത്തിൽ നിന്നും സകലതും ഉപേക്ഷിച്ച് നാടുവിട്ടു. ശുദ്ധോധനൻ വളരെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. സിദ്ധാർത്ഥൻ നിരവധി സിദ്ധന്മാരുടെയും യോഗികളുടെയും ഗുരു ഗോരഖ്നാഥിന്റെ പരമ്പര, അതാണ് യോഗികളുടേത്, അടുത്തു ചെന്നു. നിരവധി പ്രകാരത്തിലുള്ള തപസ്സും സാധനകളും ചെയ്തു. നിരവധി വർഷം കഠോര വ്രതം അനുഷ്ഠിച്ചിട്ടും തൻ്റെ മനസ്സിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവുമില്ലെന്ന് അദ്ദേഹം കണ്ടു. ഒടുവിൽ ഗയാ നഗരത്തിനടുത്ത് ഒരു വലിയ വടവൃക്ഷത്തിനടിയിൽ അദ്ദേഹം ധ്യാനത്തിൽ കഴിഞ്ഞുകൂടി. കഠോരമായ തപസ്, ശരീരം എല്ലും തോലുമായി. എന്നാൽ മനസ്സ് സദാസമയം നിയന്ത്രണമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇത് അദ്ദേഹത്തെ ആശയക്കുഴപ്പത്തിലാക്കി. ഇത്രയേറെ കഠിന തപസ് ചെയ്തിട്ടും എന്തുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല? അങ്ങനെയാണ് ഒരു ദിവസം ഒറ്റക്കമ്പി വീണ അത് മീട്ടിക്കൊണ്ടൊരാൾ പാട്ടുപാടിപ്പോകുന്നു. സിദ്ധാർത്ഥൻ ആ പാട്ട് കേട്ടു. ആ പാട്ടിന്റെ അർത്ഥം ഇതായിരുന്നു: കമ്പി അധികം വലിച്ചു മുറുക്കിയാൽ പൊട്ടിപ്പോകും, വല്ലാതെ അയഞ്ഞാൽ സ്വരമുതിരുകയില്ല. സിദ്ധാർത്ഥൻ ആ വരിയിൽ നിന്നും പാഠം മനസ്സിലാക്കി. അധികം കഠോരവ്രതം അനുഷ്ഠിച്ച് ശരീരത്തെ പീഡിപ്പിച്ചാൽ നമുക്ക് ശരീരമാദ്യം ഖിലുധർമ്മസാധനം, ശരീരത്തിന് ആരോഗ്യമില്ലെങ്കിൽ മനസ്സിനും ആരോഗ്യമുണ്ടാവില്ല. അതുകൊണ്ട് കൂടുതൽ തപനിഷ്ഠ ചെയ്ത് ശരീരത്തെ പീഡിപ്പിക്കാതെ അദ്ദേഹത്തിൻ്റെ ശൈലി അദ്ദേഹം മാറ്റി. അങ്ങനെ ദീർഘകാലം വീണ്ടും ചെയ്തു. ഒടുവിൽ അദ്ദേഹത്തിന് ബോധോദയമുണ്ടായി. സിദ്ധാർത്ഥന് ബോധോദയമുണ്ടായപ്പോൾ അദ്ദേഹം ബുദ്ധനായി തീർന്നു. ആ സ്ഥലമാണ് ഗയ. ആ ഗയയിലെ ബുദ്ധക്ഷേത്രം ഇന്നും അവിടെ സ്ഥിതി ചെയ്യുന്നു. ബോധഗയ വടവൃക്ഷത്തിന് ബോധിവൃക്ഷം എന്നും പേര് വന്നു. ആ വൃക്ഷത്തിന്റെ ശാഖ ശ്രീലങ്കയടക്കം നിരവധി ദേശങ്ങളിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഗയയ്ക്കടുത്തുള്ള സാരനാഥിലാണ് ശ്രീബുദ്ധൻ ആദ്യമായി ഉപദേശം നൽകിയത്. കാണെ അദ്ദേഹത്തിന്റെ അനുയായികൾ ലക്ഷക്കണക്കിന് വർദ്ധിച്ചു. ശ്രീബുദ്ധൻ ധർമ്മചക്ര പ്രവർത്തനത്തിനായി നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ലക്ഷ്യം നിരവധി രാജ്യങ്ങളിലെ കോടിക്കണക്കിന് ജനങ്ങളിലെത്തിക്കുവാൻ ആയിരക്കണക്കിന് ഭിക്ഷുക്കൾ തയ്യാറായി. ധർമ്മസംഘവും വിഹാരങ്ങളും എങ്ങും വ്യാപിച്ചു. വിഹാരങ്ങളുടെ ബാഹുല്യമാണ് മഗധ രാജ്യത്തിന് പിന്നീട് ബീഹാർ എന്ന പേര് നേടിക്കൊടുത്തത്. കർമ്മകാണ്ഡങ്ങളുടെ ബാഹുല്യം, വൻതോതിലുള്ള നിർദ്ധയമായ മൃഗബലികളും ജനങ്ങളെ വൈദിക പദ്ധതികളോട് അകറ്റിയിരുന്നൊരു കാലം. ജാതീയത കുടികുത്തിവാണ, തൊട്ടുകൂടായ്മ വല്ലാതെ ദൂഷിച്ചുപോയ ഒരു കാലഘട്ടത്തിലാണ് ബുദ്ധന്റെ ജന്മം. എല്ലാവിധ കർമ്മകാണ്ഡങ്ങളെയും ഉച്ചനീചഭാവങ്ങളെയും ഹിംസയെയും തള്ളിപ്പറഞ്ഞ ബുദ്ധൻ സ്വാഭാവികമായും ജനങ്ങളെ ആകർഷിച്ചു. വൈദിക പൗരോഹിത്യ വർഗത്തെ അവർ തഴഞ്ഞു. പവിത്രമായ ഹിന്ദുധർമ്മം പുരോഹിതന്മാരുടെ കയ്യിൽ അന്ധവിശ്വാസത്തിന്റെ, അനാചാരത്തിന്റെ, ദുരാചാരത്തിന്റെ കേന്ദ്രങ്ങളായി മാറി. ആയിരക്കണക്കിന് മൃഗങ്ങളെ നിഷ്കരുണം തലയറുത്ത് കൊന്ന് ദേവനെ പ്രീതിപ്പെടുത്തുവാനാണെന്ന് പറഞ്ഞപ്പോൾ ഇത് പലർക്കും ചോദ്യം ചെയ്യുവാൻ കഴിഞ്ഞില്ല. രാജാക്കന്മാരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. പക്ഷെ ഇത് കണ്ടു നിൽക്കുന്ന സാമാന്യരുടെ മനസ്സിൽ ഹിന്ദുവിനോട് വെറുപ്പുണ്ടാക്കാൻ തുടങ്ങി. ഈ വൈദിക കർമ്മം ഹിന്ദുവിന്റെ കർമ്മം എന്ന് പറഞ്ഞാൽ ആടിന്റെ തലയറുക്കലാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെല്ലാവരും അഹിംസയുടെ മതമായ ബുദ്ധമതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. അതിൻ്റെ ഒരു സംഭവം ഉണ്ടായി. ബിംബിസാര ചക്രവർത്തിയുടെ യാഗത്തിലേക്ക് ബലി കൊടുക്കുവാൻ ആയിരക്കണക്കിന് ആട്ടിൻപറ്റത്തെയും കൊണ്ട് ഇടയന്മാർ പോവുകയായിരുന്നു. തൻ്റെ സന്ദേശം പ്രമാണിമാരിലും സാധാരണക്കാരിലും എത്തിക്കാൻ ഉചിതമായ ഒരവസരമാണിതെന്ന് ശ്രീബുദ്ധൻ മനസ്സിലാക്കി. ഒരു കുഞ്ഞാടിനെയും കയ്യിലെടുത്ത് അദ്ദേഹം ആട്ടിൻപറ്റത്തിന്റെ പുറകിൽ നടന്നു. യജ്ഞസ്ഥലത്ത് ശ്രീബുദ്ധന്റെ സാന്നിധ്യത്തെ ജനങ്ങളും പുരോഹിതരും വർഗവും എതിർത്തു. എന്നാൽ ചക്രവർത്തി അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കുവാൻ തൽപരനായിരുന്നു. ശ്രീബുദ്ധൻ ചോദിച്ചു, ഏത് ദേവനെ സന്തോഷിപ്പിക്കാനാണ് ഈ സാധുമൃഗങ്ങളുടെ ചോര നിങ്ങൾ ഒഴുക്കുന്നത്? രാജാവ് പറഞ്ഞു,
ഇവ യാഗത്തിൽ ബലിയാവുന്നതോടെ സ്വർഗത്തിൽ പോകും. അതിനാൽ ഈ ആടുമാടുകളെ ഉദ്ധരിച്ച് സ്വർഗത്തിലെത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ കഴുത്തറക്കുന്നത്. ബുദ്ധൻ ഉടനെ ചോദിച്ചു, എന്നാൽ സ്വന്തം മകനെയും ബന്ധുക്കളെയും ബലി കൊടുത്തുകൂടെ? താങ്കൾക്കെന്താ അവരെ സ്വർഗത്തിലാക്കുവാൻ താല്പര്യമില്ലേ? രാജാവിന് ഉത്തരം മുട്ടി. ആടിന്റെ കഴുത്തറത്ത് ആടിനെ സ്വർഗത്തിലെത്തിക്കുവാൻ താല്പര്യമുള്ളവന് സ്വന്തം മകനെയും മകളെയും ബന്ധുക്കളെയും ബലി കൊടുത്തുകൂടെ? അവരും സ്വർഗത്തിലെത്തട്ടെ എന്ന് ബുദ്ധൻ ചോദിച്ചു. പുരോഹിതന്മാരും തലതാഴ്ത്തി. ഇതെല്ലാം ദക്ഷിണയ്ക്കും നാവിന്റെ സ്വാദിനും വേണ്ടിയുള്ള കാപട്യങ്ങളാണെന്ന് അങ്ങയെപ്പോലുള്ള ബുദ്ധിമാന്മാർ മനസ്സിലാക്കുന്നില്ലല്ലോ, കഷ്ടം. ബുദ്ധന്റെ ഈ വാക്കുകൾ രാജാവിനെയും ജനങ്ങളെയും സ്വാധീനിച്ചു. ബിംബിസാര ചക്രവർത്തി ബുദ്ധമതത്തെ രാജ്യമതമായി പ്രഖ്യാപിച്ച ആദ്യത്തെ രാജാവായി തീർന്നു. എന്നാൽ അശോക ചക്രവർത്തി ചെയ്തതുപോലെ അദ്ദേഹം മറ്റു മതവിഭാഗങ്ങളെ നിരോധിച്ചില്ല. ശ്രീബുദ്ധന്റെ സ്നേഹം, കരുണ, അഹിംസ, അഷ്ടശീലങ്ങൾ എന്നീ ഉപദേശങ്ങളും കർമ്മത്തിന് കൈക്കൂലി കൊടുത്ത് കർമ്മഫലം മാറ്റാനാവില്ലെന്ന മുന്നറിയിപ്പും സാധാരണക്കാരുടെ ജീവിതത്തെയും ജ്ഞാനത്തിന്റെ തലത്തെയും ഉയർത്തി. അവിടുത്തെ സ്നേഹവും കരുണയും അതിൻ്റെ ഒരംശമെങ്കിലും മനുഷ്യഹൃദയത്തിൽ പ്രവേശിച്ചിരുന്നെങ്കിൽ എന്ന് സ്വാമി വിവേകാനന്ദൻ ശ്രീബുദ്ധനെ കുറിച്ച് പരാമർശിച്ചു. ശ്രീബുദ്ധൻ ഹിന്ദുധർമ്മത്തിൻ്റെ അവാന്തര വിഭാഗമാണ്. എന്താണ് ബുദ്ധദർശനവും എന്താണ് ഹിന്ദു ദർശനവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം? ബുദ്ധനും അങ്കുലിമാലയും. അങ്കുലിമാൽ എന്നൊരു കൊള്ളക്കാരൻ താമസിച്ചിരുന്ന കാടിൻ്റെ അടുത്ത് ഒരിക്കൽ ശ്രീബുദ്ധനെത്തി. തൻ്റെ ഇരകളുടെ വിരൽ മാലയിൽ കോർത്ത് അണിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അയാൾക്ക് അങ്കുലിമാൻ എന്ന പേര് കിട്ടിയത്. അവസാനം ഒരു വിരൽ വെട്ടി മാലയിൽ കോർക്കും. കൊള്ളയടിച്ചതിന് ശേഷം ആ കൊള്ളയടിക്കുന്ന ആളെ കൊന്ന് അതിനുശേഷം അയാളുടെ ഒരു വിരൽ വെട്ടി മാലയിൽ കോർക്കും. ഇതാണ് അയാളുടെ പതിവ്. ആ കാട്ടിലൂടെ ഭയപ്പെട്ട ആരും പോകാറില്ല. സ്വാഭാവികമായും ശ്രീബുദ്ധനെ ഗ്രാമവാസികൾ തടഞ്ഞു. അങ്കുലിമാലിനെ പറ്റി മുന്നറിയിപ്പ് നൽകി. അവനാണ് എൻ്റെ സന്ദേശമായ കരുണയുടെ ഏറ്റവും അധികം ആവശ്യമുള്ളത്. അതിനാൽ ഒരു ഉത്തമ വൈദ്യൻ തൻ്റെ രോഗിയെ തേടി പോകുന്നത് പോലെ ഞാൻ അവനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ശ്രീബുദ്ധൻ വനത്തിൽ പ്രവേശിച്ചു. ഏതാനും കാതം ചെന്നപ്പോൾ അട്ടഹസിച്ചുകൊണ്ട് അങ്കുലിമാൽ പാഞ്ഞു വന്നു. തൻ്റെ ഇരകൾ ഭയന്നു വിറച്ച് കേണപേക്ഷിക്കുന്നത് മാത്രം കണ്ട് പരിചയമുള്ള ആ ദുഷ്ടന് പരിപൂർണ ശാന്തിയോടെ തൻ്റെ വലതുകൈയാൽ അനുഗ്രഹിച്ചു നിൽക്കുന്ന ബുദ്ധനെ കൗതുകമുണ്ടാക്കി. നിനക്ക് ജീവനിൽ കൊതിയില്ലേ? നിനക്ക് ഭയമാവുന്നില്ലേ എന്നവൻ അട്ടഹസിച്ചു. ഞാൻ നിന്നിൽ എൻ്റെ സഹോദരനെ കാണുന്നു എന്ന് പറഞ്ഞ് ബുദ്ധൻ മുന്നോട്ട് നടന്നു. പിന്തുടർന്ന അങ്കുലിമാൽ പാഞ്ഞെടുത്തെങ്കിലും 10 വാര ദൂരമേ എത്തുവാൻ കഴിഞ്ഞുള്ളൂ. ബുദ്ധൻ സാധാരണക്കാരനെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം മനസ്സാകെ മാറി. എന്നെ രക്ഷിക്കണമേ, ഞാൻ മഹാപാപിയാണ് എന്നവൻ ശ്രീബുദ്ധന്റെ കാൽക്കൽ വീണ് കരഞ്ഞു. ബുദ്ധന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് അവനൊരു ബുദ്ധഭിക്ഷുവായി തീർന്നു. ശ്രീബുദ്ധ ഭഗവാന്റെ ജീവിതത്തിൽ ഇങ്ങനെ അനേകം സംഭവങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ബുദ്ധ ഭഗവാൻ തീർച്ചയായിട്ടും ഹിന്ദുവിൻ്റെ ദർശനങ്ങളെ തന്നെയാണ് ലോകത്തിന് സമ്മാനിച്ചത്. എന്നാൽ പുരോഹിത വർഗം ഹിന്ദുധർമ്മത്തിനും അതിൻ്റെ ആചാരങ്ങളെയും വികലമാക്കിയപ്പോൾ അത് ആടുകളെയും മൃഗങ്ങളെയും ബലികഴിക്കുന്ന, ആയിരക്കണക്കിന് ആടുകളെ കൊണ്ടുപോയി പൊതുമൈതാനിയിൽ തലയറുത്ത് കൊല്ലുന്ന ഇത്തരം രംഗങ്ങളാണ് ഹിന്ദു എന്ന് പറയുമ്പോൾ ആളുകൾ മനസ്സിലാക്കുന്നതും കാണുന്നതും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അപരിഷ്കൃതമായ ഒരു മതമാണ് ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ തത്വത്തെയും ആശയങ്ങളെയും അറിയാത്ത, ഈശാവാസ്യമിതം സർവം എന്ന് പറഞ്ഞ് അതിൻ്റെ ദർശനങ്ങളെ മനസ്സിലാക്കാത്തവർ കൂട്ടത്തോടെ ബുദ്ധമതം സ്വീകരിച്ചു. അപ്പോൾ ഉണ്ടായ ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുദ്ധൻ തീർച്ചയായിട്ടും അഹിംസാവാദത്തിന് അടിസ്ഥാനത്തിൽ തന്നെയാണ് ആശയത്തെ മുന്നോട്ട് വച്ചത്. പക്ഷെ അത് കേവലമായ ദുർബലതയുടെ അഹിംസയായിരുന്നില്ല. അഹിംസ സത്യത്തിൽ ശക്തന്റെ ഭാഷയാണ്. ഇപ്പോൾ ഒരു സിംഹത്തെ കാണുമ്പോൾ
മാൻ ഓടിയൊളിക്കുന്നത് അഹിംസ കൊണ്ടല്ല, ജീവനിൽ കൊതി കൊണ്ടാണ്. 2 സിംഹങ്ങൾ വഴിമാറിപ്പോകുന്നുവെങ്കിൽ അതാണ് അഹിംസ. തുല്യ ശക്തർ സംയമനം പാലിക്കുന്നത് അഹിംസയാണ്. അല്ലാതെ ശക്തന്റെ മുന്നിൽ ദുർബലൻ പ്രതികരിക്കാതെ നിൽക്കുന്നത് അഹിംസ എന്ന് പറയുന്നതിൽ അർത്ഥമില്ലാതെ ഭീരുത്വമാണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ബുദ്ധന്റെ അഹിംസയെ പിന്നീട് വന്ന ബുദ്ധിസ്റ്റുകൾ തെറ്റിദ്ധരിക്കുകയും അവർ അഹിംസ കൊണ്ട് നിഷ്ക്രിയരായി തീരുകയും ചെയ്തു. പേനിനെ കൊന്നാലും കൊതുകിനെ കൊന്നാലും അറിയാതെ ഉറുമ്പിനെ ചവിട്ടിപ്പോയാലും എല്ലാം വലിയ വലിയ ശിക്ഷകൾ വന്നു. സിദ്ധാർത്ഥ രാജകുമാരൻ ബുദ്ധനായി മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും രാജാക്കന്മാരെ ബുദ്ധമതം സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നീട് ബിംബിസാര ചക്രവർത്തിയും അതുപോലെ കലിംഗ യുദ്ധത്തിനു ശേഷം അശോകനുമെല്ലാം ബുദ്ധമതം സ്വീകരിച്ചതോടുകൂടി ബുദ്ധമതം രാജാക്കന്മാരുടെ ഒരു ഔദ്യോഗിക മതമായി തീർന്നു. ഇവരെന്ത് ചെയ്തു? രാജാക്കന്മാർ രാജാധികാരം ഉപേക്ഷിച്ചില്ല, സൈന്യത്തെ പിരിച്ചുവിട്ട് കളഞ്ഞു. അതിശക്തരായ സൈന്യമുണ്ടായിരുന്ന പല രാജാക്കന്മാരും ബുദ്ധമതം സ്വീകരിച്ചതും സൈന്യത്തെ പിരിച്ചുവിട്ടു. സൈന്യമില്ലാത്ത രാജ്യത്തെയാണ് ഗസ്നിയും ഗോറിയും ഖിൽജിയും തുഗ്ലക്കും എല്ലാം ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവിടെയെല്ലാം ചോരപ്പുഴ ഒഴുക്കിയിട്ട് ആ ബുദ്ധന്മാരെ മുഴുവൻ മുസ്ലിങ്ങളാക്കി മാറ്റുകയും ചെയ്തു. ആ പ്രദേശങ്ങളാണ് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനും ഇന്നത്തെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് മുതൽ അങ്ങനെയുള്ള പ്രദേശങ്ങൾ. അതായത് ഹിന്ദു മതം മാറി ബുദ്ധനായി കുറേ കാലം ബുദ്ധൻ്റെ തത്വങ്ങൾക്കനുസരിച്ച് ജീവിതം രൂപപ്പെടുത്തി, പിന്നീട് ബുദ്ധനിൽ നിന്നും ബുദ്ധമതത്തിലേക്ക് അത് പോയപ്പോൾ അത് ഏറ്റവും ബാലിശമായ ദുർബലമായ മതമായി തീർന്നു. അങ്ങനെ അവരെ ആക്രമിക്കുവാനും കൊല്ലുവാനും കീഴ്പ്പെടുത്തുവാനും പ്രതികരണശേഷിയില്ലാത്ത ബുദ്ധന്മാരെ വളരെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക രാജാക്കന്മാർ അവരെ കൊല്ലുകയോ ഭീഷണിപ്പെടുത്തി മതം മാറ്റുകയോ ചെയ്തു. ഇതാണ് ബുദ്ധമതത്തിൻ്റെ ജീവിതത്തിലുണ്ടായ, ബുദ്ധമതത്തിൻ്റെ ചരിത്രത്തിലുണ്ടായ സംഭവങ്ങൾ. ഇനി ആശയപരമായിട്ട് ബുദ്ധമതവും ഹിന്ദുവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശൂന്യവാദത്തിലാണ് ബുദ്ധമതം വിശ്വസിക്കുന്നത്. ശൂന്യവാദം, ഈ കാണുന്നതെല്ലാം ശൂന്യതയിൽ നിന്നും ഉണ്ടായി എന്ന് അവർ പറയുമ്പോൾ അത് തികച്ചും യുക്തിരഹിതമാണ്. ശൂന്യതയിൽ നിന്ന് നമുക്കൊന്നും ഉണ്ടാക്കാൻ സാധ്യമല്ല. ഒന്നുമില്ലാത്ത അവസ്ഥയാണ് നാം ശൂന്യത എന്ന് പറയുന്നത്. ഭാരതത്തിൻ്റെ ഈശ്വര വിചാരം ആധ്യാത്മികവാദമാണ്, മറ്റേത് ശൂന്യവാദം. ഈ അഭിപ്രായ വ്യത്യാസം ഒഴിച്ചാൽ ഹിന്ദുവും ബുദ്ധനോ ജൈനനോമായിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഏറെക്കുറെ ആചാരങ്ങളെല്ലാം തുല്യമാണ്. വിഗ്രഹാരാധന ചെയ്യുന്നുണ്ട്. സന്യാസിമാർ എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. എല്ലാ സങ്കല്പങ്ങളും ഉണ്ട്. അതുകൊണ്ട് ആ ബുദ്ധനെ നമുക്ക് നമസ്കരിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.